അന്നത്തെ ദിവസം വന്ന് രാത്രി സഹാബികൾക്ക് കണ്ണടച്ചിട്ടുറങ്ങാൻ പറ്റുന്നില്ല. ഓരോ ആളുകളും അവരുടെ കിടക്കയിൽ കിടന്നുകൊണ്ട് ചിന്തിക്കുക, പടച്ചവനെ നാളത്തെ പ്രഭാതത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകനോടൊപ്പം സഞ്ചരിക്കാൻ, ആ പ്രകാശത്തിനോടൊപ്പം ഓരം ചേർന്ന് പോകാൻ, ആ പ്രഭാവത്തിനോടൊപ്പം കടന്നു പോകാൻ അല്ലാഹുവിന്റെ റസൂല് എന്റെ പേരായിരിക്കുമോ വിളിക്കുന്നത്, നാളെ എന്നെയായിരിക്കുമോ അല്ലാഹുവിന്റെ റസൂല് ക്ഷണിക്കുന്നത്? ഇങ്ങനെ ഓരോ സഹാബികളും ആ കിടക്കയിൽ ഉറക്കം പോയിട്ടതാ നേരം ഇങ്ങനെ വിളിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് അവരുടെ ചിന്തയെന്നറിയുമോ? പ്രവാചക പൊങ്കവരുടെ പരിമളമൂടുന്ന പരിസരത്ത് പ്രവാചകന്റെ പരിശുദ്ധമായ അധരങ്ങളിൽ നിന്നും അടർന്നു വീഴുന്ന മുത്തുമണികളെ പെറുക്കിയെടുക്കാൻ, വജ്രമണികളെ പെറുക്കിയെടുക്കാൻ സാഗൂതം സശബ്ദം പ്രവാചകന്റെ മുമ്പിലിരിക്കുന്ന സഹാബികള് ഹബീബായ പ്രവാചകന്റെ ക്ലാസ് കഴിയുമ്പോൾ, ഹബീബായ പ്രവാചകന്റെ ആധ്യാത്മികമായ പ്രപഞ്ചത്തിന്റെ ഓരോ ദിവസങ്ങളിലുള്ള കവാടമടക്കുമ്പോൾ ആ സഹാബികളെല്ലാം സായുജ്യത്തോടെ പ്രവാചകനെന്ന ലോകത്തിലെ സൗന്ദര്യത്തിന്റെ താപമായ പ്രവാചകന്റെ സുന്ദരമായ വദനത്തിലേക്ക് ഇങ്ങനെ മോഹിയിരിക്കുമ്പോൾ ക്ലാസ് കഴിയുന്നത് പോലും അവരറിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മക്കളെ ക്ലാസ് വീണ്ടല്ലോ, ഇന്നത്തെ പാഠങ്ങൾ കഴിയുന്നല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, സഹാബികളുടെ മറുപടി എന്താണെന്നറിയുമോ? ആ സഹാബികളുടെ മറുപടി എന്താണെന്നറിയുമോ? ഹദീസിൽ കാണാം സഹോദരങ്ങളെ, യാ റസൂലല്ലാഹ്, ഞങ്ങളെവിടെ പോകാനായ റസൂലല്ലാഹ്, ഞങ്ങളെവിടെ പോകാനായ ഹബീബല്ലാഹ്, ഞങ്ങളുടെ ഉമ്മാന്റെ അടുത്ത് പോയാലും ഞങ്ങളുടെ ഉപ്പാന്റെ അടുത്ത് പോയാലും ഞങ്ങളുടെ പ്രാണപ്രയസികളുടെ പരിസരത്ത് പോയാലും ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണങ്ങളാകുന്ന ഞങ്ങളുടെ മക്കളെടുത്ത് പോയാലും ഹബീബായ നബിയെ നിങ്ങളടുത്ത് വരാതെ ഞങ്ങൾക്ക് സമാധാനമില്ല. നിങ്ങളടുത്ത് വന്നിട്ട് ആ സമ്പൂർണമായും സമാധാനം കിട്ടുന്നത് അങ്ങയുടെ മുമ്പിൽ നിന്ന് പോയാൽ ഒരു സമാധാനക്കേടാ. ആ സമാധാനക്കേട് മാറണമെങ്കിൽ അങ്ങയുടെ മുഖം കാണണം, അങ്ങയുടെ പരിമളമോറുന്ന പരിസരത്ത് വരണമെന്ന് പറയുന്ന സഹാബികള് എന്റെ പ്രിയപ്പെട്ടവരെ ആ പ്രവാചകനോടൊപ്പം എന്തെല്ലാം പ്രതിസന്ധികൾ സഹിക്കാനും തയ്യാറായിട്ടാ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ തങ്ങളോട് തങ്ങൾ പറയുമ്പോൾ ഉറക്കമില്ല. അന്നത്തെ പ്രഭാതത്തിൽ സുബ്ഹ് നിസ്കാരങ്ങൾ എന്നിട്ട് ഹബീബായ പ്രവാചകന്റെ പ്രഖ്യാപനത്തിലേക്ക് ഇങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി സഹാബികളിരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ എന്റെ പേരായിരിക്കുമോ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ എന്റെ പേരായിരിക്കുമോ പറയുന്നത്? ഓരോ സഹാബികളും ഇങ്ങനെ നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുക, അല്ലാഹുവിന്റെ മുത്തനബികൾ വിളിക്കുക, അയ്ന അബൂബക്കർ യാ സഹാബ, അയ്ന അബൂബക്കർ. ഞാൻ ആദ്യം പറഞ്ഞ വസ്തുത മറന്നുപോരുത്. എനിക്ക് വേണ്ടതുപോലെ എനിക്ക് ശബ്ദം കേട്ടാൽ മനസ്സിലാകും. ഇന്നലത്തെ പോലെ എനിക്ക് ശബ്ദം എടുക്കാൻ പറ്റുന്നില്ല. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ചെന്നാലും കണ്ടിന്യൂവായിട്ടുള്ള പരിപാടികളുണ്ട്, നിങ്ങൾക്കറിയാം. ദുആ വേണ്ടി ഞാൻ പറയുന്നതാ. അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാ ആഫിയത്ത് ഇവിടെ വെച്ച് എന്റെ ശബ്ദം നിലച്ചു പോയാലും എനിക്ക് വിഷമമില്ല. കാരണം ബദരീകളെ അനുസ്മരിക്കുന്ന സദസ്സില എന്ത് ത്യാഗം ചെയ്യേണ്ടി വന്നാലും ഞാൻ ഒരുപാട് അനുഭവസ്ഥനാണെന്ന് ഇന്നലെ ഞാൻ പറഞ്ഞത് വെറുതെയല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ആ ബദരീങ്ങളെ മുറുകെ പിടിച്ചോ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും തമ്പുരാനെ ബദരീങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഒരു നിമിഷമെങ്കിലും ഈ സദസ്സിൽ വന്നിരുന്നിട്ടുള്ള സഹോദരങ്ങള്, ഉമ്മ പെങ്ങന്മാര്, അവരുടെ മനസ്സിനെ പിടിച്ചു കൊടുക്കുന്ന എന്ത് പ്രയാസമാകണ്ട റബ്ബേ, ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റണേ അല്ലാഹ്, ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റണേ അല്ലാഹ്. ഒരുപാട് സഹോദരങ്ങളെ വിനീതന്റെ കൈപിടിച്ചുകൊണ്ട് പരിചയമുള്ള മുഖങ്ങളുണ്ട്. വിനീതനായ എന്റെ നാട്ടിന്റെ പരിസരത്തുള്ള ആളുകളുണ്ട്, അയൽവാസികളുണ്ട്, എന്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരുണ്ട്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്, എന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരുണ്ട്, ഏറെ സ്നേഹിക്കുന്ന സംഘടനാ സഹപ്രവർത്തകരുണ്ട്. ഒരു വട്ടം ആ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിലും എത്രയോ ഏറെ പരിചയം
പ്രിയമുള്ളതുപോലെ മനസ്സിനെതിരുന്ന വളരെ സ്നേഹങ്ങൾ വരുന്നതുപോലെ വിളമ്പിത്തരുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്. അള്ളാഹുവേ, അവർക്കെല്ലാം വേണ്ടതുപോലെ നീ നൽകണേ അല്ലാ. അവിടെ പ്രയാസങ്ങൾക്കെല്ലാം മറുതി വരുത്തണേ അല്ലാ. ജോലികളുടെ ബുദ്ധിമുട്ട് മാറ്റിക്കൊടുക്കണേ അല്ലാ. എല്ലാ തൊഴിലുകളുമുള്ള പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. പടച്ചവനെ, പല നിരക്കുള്ള ശാരീരികമായ പ്രയാസങ്ങളുണ്ട്, മാനസികമായ പ്രയാസങ്ങളുണ്ട്, എല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. തവസ്സലിനാ ബിസ്മില്ലാഹ് അള്ളാന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ 50% വിഷമം കൊണ്ട് പറയണമെന്നൊന്നും തോന്നരുത്. ഞാനിങ്ങനെ സാധാരണ സ്വലാത്ത് ചെല്ലുന്ന കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ട് പ്രഭാഷകർ കേട്ട് സ്വീകരിക്കാനുള്ള ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ അദ്കാറിൽ സ്വലാത്ത് ചെല്ലുന്നതിന്റെ ആദാബുകളെ കുറിച്ച് പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അയ്യറുഫഅ സൗതഹു, അടക്കം പറയാനുള്ള കാര്യമല്ല സ്വലാത്ത് മുഹമ്മദ് മുസ്തഫ. കടല് കടന്നങ്ങ് കേൾക്കുന്ന രൂപത്തിൽ അങ്ങ് ഒച്ചയായിരുന്നാലും ജീവിതത്തിൽ അധികപ്പറ്റാകാത്ത ഒരു സംഭവം ഇത് മാത്രമേ ഉള്ളൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടിലിലേക്ക് സഹാബികൾ ചെന്നിട്ട് പറയുകയാ, നിങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നുണ്ട് യാ അബൂബക്കർ. അല്ലയോ അബൂബക്കറെ, അല്ലയോ അബൂബക്കറെ, നിങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നടക്കുകയല്ല സഹോദരങ്ങളെ, നടന്നു പോവുകയല്ല സഹോദരങ്ങളെ, ഓടുകയാണ് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്. ഹബീബായ പ്രവാചകന്റെ പ്രണയം പുതിയ ലോകത്തിന്റെ പരിഷ്കാരങ്ങളുടെ പച്ചപ്പുകളുടെ പുതപ്പുകളിലേക്ക് പ്രയാണം നടത്തുന്ന പുതിയ തലമുറയെ എന്താണ് പ്രണയമെന്നറിയാൻ, എന്താണ് പ്രണയമെന്നറിയാൻ കുറെ സിനിമാ നടന്മാരോടുള്ള പ്രണയമുള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന പുതിയ തലമുറയോട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, ഗൾഫിലായിരുന്നാലും ഒരു സഹോദരനോട് പറയുകയാ, ഉസ്താദേ, നാട്ടിലായിരിക്കുമ്പോൾ ഭാര്യ സീരിയലിനെ കാണുമായിരുന്നു. ഞാൻ വിചാരിച്ചു ഗൾഫിൽ വന്നാലെങ്കിലും നിൽക്കുമെന്ന്. ഉസ്താദ് ദ്വാരക്കണേ, സീരിയലിന്റെ മുമ്പിൽ ഇപ്പോഴും അതിന്റെ എപ്പിസോഡുകളെല്ലാം വളരെ കൃത്യമായി കാണാൻ ആഗ്രഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയം നമ്മുടെ അന്തരാളത്തിൽ അങ്ങ് പ്രസരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ദുനിയാവും അതിലുള്ള സകലതും കിട്ടുന്നതിനെക്കാളും വലിയ മുതലാട്ടങ്ങളെ. അതുകൊണ്ട് സിനിമാ നടന്മാരോടുള്ള പ്രണയം പരിചയമുള്ള പുതിയ ലോകത്തിനോട്, അതുപോലെ ഫുട്ബോൾ താരങ്ങളോടുള്ള ഇഷ്ടം പങ്കിടുന്ന പുതിയ ലോകത്തിനോട്, ക്രിക്കറ്റിന്റെ ഭ്രാന്തമായ ലോകത്തോട് നടന്നു പോകുന്ന ഈ അടുത്ത് നിന്ന് നടന്നില്ലേ നമ്മൾ പാർക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തില്, എന്റെ പ്രിയപ്പെട്ടവരെ, സംസ്ഥാനമെന്ന് കേരള തമിഴ്നാട് സംസ്ഥാനത്തിൽ വെല്ലൂരി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് സുധാകർ എന്ന് പറയുന്ന 27 വയസ്സുള്ള ചെറുപ്പക്കാരൻ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കഴിഞ്ഞ ലോകകപ്പ് ഉണ്ടായിരുന്നല്ലോ, ആ ലോകകപ്പിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സെമി ഫൈനല് ഞാൻ കണ്ടിട്ട് പറയുകയല്ല, ഞാൻ വായിച്ചിട്ട് പറയുകയാ. ഇന്ത്യയും അതുപോലെ ഓസ്ട്രേലിയയുമായിട്ടുള്ള സെമി ഫൈനൽ ഉണ്ടല്ലോ, അതിന് ആദ്യ ബാറ്റിംഗ് ചെയ്ത ഓസ്ട്രേലിയ ഉണ്ടല്ലോ, വലിയ സ്കോർ അടിച്ചു കൂട്ടിയപ്പോൾ രണ്ടാം ബാറ്റിംഗ്, സെക്കൻഡ് ബാറ്റിംഗ് ഇന്ത്യ ആയിരുന്നു. ആ ഇന്ത്യയുടെ മുമ്പിൽ വളരെ ഭീമമായ ഒരു സ്കോറിങ്ങിനെ പടുത്തുയർത്തിക്കൊണ്ട് പ്രതീക്ഷയോടെ ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അംഗങ്ങൾ നിൽക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലോചിക്കണേ, പ്രാന്തമായ തലക്ക് പ്രാന്തമെടുക്കുന്ന രൂപത്തിലെ കളികളോടുള്ള ഭ്രമമൂത്ത കാലവ 27 വയസ്സുള്ള ഈ സുധാകരൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ പരിസരത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോവുകയാ. താൻ പൂജിക്കുന്ന ബിംബത്തിന്റെ പരിസരത്ത് പോവുകയാ. ആ കാവിന്റെ പരിസരത്ത് പോയിട്ട് തന്റെ നാവ് ഇങ്ങനെ പുറത്തേക്ക് വലിച്ചിട്ട് ഒരു കത്തി കൊണ്ട് നാവ് മുറിച്ചു ചെറുപ്പക്കാരാ
പത്രം റിപ്പോർട്ട് ചെയ്തതാ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ആ നാവ് മുറിച്ചിട്ട് ആ ദേവിയുടെ മുമ്പിൽ വെച്ച് കൊടുത്തിട്ട് അതാ രക്തം ഇങ്ങനെ കുടുകുടാന്ന് രക്തം മുകളിലേക്ക് ചുറ്റുമ്പോഴും എന്റെ രാജ്യത്തെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൂജിക്കുന്ന എന്റെ ദേവിയെ ആ ദേവിയുടെ മുമ്പിൽ ഞാൻ എന്നെ നാക്ക് വെക്കുകയാ. എന്തിനാണ് വെച്ചതെന്നറിയുമോ? ഇന്ത്യ ആ ഓസ്ട്രേലിയയുമായിട്ടുള്ള കളിയിൽ ജയിക്കാനാ. ആ സ്കോറിനെക്കാളും ഒരു റൺസെങ്കിലും മുന്നോട്ട് പോയിട്ട് വിജയം കണ്ടെത്താനാ. എന്ത് പ്രാന്താ സഹോദരങ്ങളെ! ആ ഭാഗം പറഞ്ഞാൽ തീരുന്നതല്ല. പ്രണയത്തിന്റെ കാര്യം പറയുമ്പോൾ, ഇഷ്കിന്റെ കാര്യം പറയുമ്പോൾ, പുതിയ ലോകത്തിന്റെ തലക്ക് പിടിച്ചിട്ടുള്ള മത്തിനെ കുറിച്ച് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയതാ. ഉദാഹരണങ്ങൾ പറയാനുണ്ട്. മലബാറിന്റെ മക്കളുടെ വല്ലാത്ത ഭ്രാന്തമായ അന്തരീക്ഷം. ലോകകപ്പ് തുടങ്ങുമ്പോൾ ബിരിയാണിയാ, മെസ്സി ഗോളടിച്ചാൽ ബിരിയാണിയാ, അതുപോലെ ഓരോ അർജന്റീന വിജയിച്ചാൽ ബിരിയാണിയാ, ബ്രസീൽ വിജയിച്ചാൽ ബിരിയാണിയാ, നെയ്മർ വിജയിച്ചു കഴിഞ്ഞാൽ ഗോളടിച്ചു കഴിഞ്ഞാൽ ബിരിയാണിയാ. എന്നാ പതിനീങ്ങളുടെ അനുസ്മരണത്തിന് മോനെ ഇങ്ങോട്ടൊന്ന് ഒരു 10 രൂപ തരണമെന്ന് പറഞ്ഞാൽ പൈസയില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആത്മീയ കാര്യത്തിന് വേണ്ടിയിട്ട് അവന്റെ പൈസയില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ചിന്തിക്കാൻ പറയുകയാ. ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ച പ്രണയത്തിന്റെ പ്രകമ്പനം കൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ റളിയല്ലാഹു അൻഹു റദ്വാൻ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ അത്യുന്നതമായ മേഖലകളിൽ പ്രവാചകന്റെ പ്രണയം കൊണ്ടാണ് അവരെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ചിന്തിക്കാൻ പറയുകയാ. ആലോചിക്കണേ. ഈ പറയപ്പെട്ട പ്രളയത്തിന്റെ പേരിലാണ് അല്ലാഹുവിന്റെ റസൂല് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് കുറിച്ച് പറഞ്ഞതെന്താ? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ ഉണ്ടല്ലോ, ആ അബൂബക്കറിന്റെ ഈമാൻ തുലാസിന്റെ ഒരു തട്ടിലും മറ്റേ തട്ടില് ലോകത്തുള്ള സർവ്വവിശ്വാസികളുടെ വിശ്വാസം കൂടെ വെച്ചുകൊണ്ട് ഒന്ന് തുലനം ചെയ്ത് നോക്കിയാൽ, ഒന്ന് തൂക്കി നോക്കിയാൽ, ഒന്ന് അളന്നു നോക്കിയാൽ ഭാരം കൂടുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ഈമാനാണെന്ന് പറയുമ്പോ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പവർ കിട്ടിയത്? എന്തുകൊണ്ടാണ്? അതാണ് ഞാൻ പറയുന്നത്. പ്രണയമെന്ന് പറയുന്ന ആ വിഷയത്തിന്റെ പ്രസക്തി മനസ്സിലാക്കാൻ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. യാ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടിക്കിടച്ചു വന്നുകൊണ്ട് പറയുകയാ, ലബൈക വസഅദൈക യാ റസൂലല്ലാഹ്, ഫിദാക അബീ വഉമ്മി യാ റസൂലല്ലാഹ്, ഫിദാക റൂഹി യാ റസൂലല്ലാഹ്. ലോകത്തിൽ ഒരുപാട് ആത്മീയതയുടെ അത്യുന്നതങ്ങളിലൂടെ കടന്നു പോയി എന്ന് പറയപ്പെടുന്ന ഒരുപാട് നേതാക്കന്മാരും അപ്പോസ്തലന്മാരും കടന്നു പോയിട്ടുണ്ട്. അവർക്കൊക്കെ ഒരുപാട് അനുയായികളും ജീവിച്ചു പോയിട്ടുണ്ട്. ഞാനൊന്ന് പറയട്ടെ, പ്രവാചകന്റെ പ്രണയ പരിസരം പോലെ അനുയായികളാൽ ഇത്രത്തോളം ഹബീബായ നബിതങ്ങളെ പ്രണയിച്ച് എല്ലാ പ്രവാചകന്റെ മുമ്പിൽ അർപ്പിക്കുന്ന, എല്ലാം പ്രവാചകന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന പ്രണയത്തിന്റെ പ്രതിരൂപങ്ങളാകുന്ന സഹാബികളെക്കാൾ ഒരു സമൂഹം അനുയായികളെ ലോകത്തിൽ ഒരു ആചാര്യന്റെയും മുമ്പിൽ നിന്ന് കണ്ടെടുക്കാൻ സാധ്യമല്ല സഹോദരങ്ങളെ, കണ്ടെടുക്കാൻ സാധ്യമല്ല സഹോദരങ്ങളെ. കാരണം അല്ലാഹുവിന്റെ റസൂല്, മോനെ അബൂബക്കറെ ഇങ്ങോട്ട് വാ, മോനെ ഉസ്മാനെ ഇങ്ങോട്ട് വാ, ഉമറേ എന്റെ അടുക്കലൊന്ന് വന്നേ, അലിയെ എന്റെ അടുക്കലൊന്ന് കടന്നു വാ എന്ന് വിളിച്ചാ അവരങ്ങ് വെറുതെ പറയൂല. നമ്മളൊക്കെ ആരെങ്കിലും വിളിച്ചാലും പറയുന്നത് പോലെ ഞാനിതാ വരുന്നു, ഞാനിതാ വന്നു എന്ന് പറയുന്നത് പോലെയല്ല. സഹാബികൾ വന്നിട്ട് പറയുന്നതെന്താ? ഫിദാക റൂഹി യാ റസൂലല്ലാഹ്, ഫിദാക അബീ വഉമ്മി യാ റസൂലല്ലാഹ്. എന്റെ ഉമ്മയും ഉപ്പയും അങ്ങക്ക് ദണ്ഡമാണ് നബിയേ, എന്റെ ആത്മാവ് പോലും അങ്ങക്ക് ദണ്ഡമാണ് നബിയേ, എന്റെ സർവസ്വവും അങ്ങക്ക് സമർപ്പണമാണ് നബിയേ. അതുകൊണ്ടല്ലേ ആ ചരിത്ര വസ്തുത അറിയാകുന്ന മുസ്ലിം ലോകം ഉറച്ചുറച്ച് പാടുന്നത് അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി
അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുകയാ ലബ്ബൈക വസഅദൈക ഓ നബിയേ എല്ലാം അങ്ങേക്ക് അർപ്പണമാ സമർപ്പണമാ പറഞ്ഞാലും നബിയേ ഈ അബൂബക്കറിനെ വിളിച്ചത് എന്തിനാ നബിയേ എന്തിനാണ് ഈ സാധുവായ അബൂബക്കറിനെ അന്വേഷിച്ചത് കൽപ്പിച്ചാലും നബിയേ സത്യമാ ഉടൻ തന്നെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ പ്രവാചകൻ പറയുകയാ യാ അബൂബക്കർ അല്ലയോ അബൂബക്കറേ ഞാൻ ഇന്നലെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു ഞാനും പോകുന്ന യാത്രയിൽ എന്നോടൊപ്പം സഹയാത്രികനായിട്ട് ഞാൻ കൂട്ടാൻ അല്ലയോ അബൂബക്കറേ നിങ്ങളെ ഞാൻ സെലക്ട് ചെയ്ത് കേട്ടോ നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്ത് കേട്ടോ നിങ്ങളാണ് എന്റെ കൂടെ യാത്ര ചെയ്യേണ്ട ആളെന്ന് പറയുമ്പോൾ മറുപടി പറയാൻ കഴിയുന്നില്ല മറുപടി പൊട്ടിക്കരച്ചില ആ കരച്ചിലിനെ കുറിച്ച് ഹദീസിൽ കാണാം മഹദിയായ പൊന്നുമോൾ അതേ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമകളും ഹബീബായ പ്രവാചകന്റെ പ്രാണപ്രയസിയുമായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല എന്ന് പറയുകയാ ആ കരച്ചിലിനെ കുറിച്ച് മഹദി അവர்கள் ഹദീസിൽ രേഖപ്പെടുത്തി വെക്കുകയാ സന്തോഷമുണ്ടാകുമ്പോൾ പലരുടെയും കണ്ണു നിറയാറുണ്ട് സന്തോഷമുണ്ടാകുമ്പോൾ പലരുടെയും കണ്ണു നിറയാറുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഹജ്ജിന് വേണ്ടി അവസരം കിട്ടിയെന്ന് കേൾക്കുമ്പോൾ നമ്മൾ കണ്ണു നിറയാറുണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ആ പുണ്യാരവിധങ്ങളുടെ പച്ചക്കുപ്പ കാണുമ്പോ അൻപ് പൊട്ടിത്തെറിക്കാത്തവരായുണ്ടോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പില് കണ്ണുനീര് പൊഴിക്കാത്ത അനുരാഗത്തിന്റെ അശ്രുക്കള് പൊഴിക്കാത്ത ഒരു വിശ്വാസി ബന്ധത്തിലുണ്ടോ സഹോദരങ്ങളെ എന്തെല്ലാം വിഷയമാ ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ ഒരു സന്തോഷം കിട്ടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് അതാ എല്ലാത്തിനും എ പ്ലസ് കിട്ടിയെന്ന് കേൾക്കുമ്പോൾ ആ പ്രിയപ്പെട്ട ഉപ്പ പ്രവാസിയായ ഉപ്പ ഒരുപാട് ചോരനീരാകിട്ട് പ്രയാസങ്ങൾ സഹിച്ച് നോക്കുമ്പോൾ 5 എ പ്ലസ് മോന് 4 എ പ്ലസ് നഹത്തായി ജയിച്ചെന്ന് കേൾക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ത്യാഗത്തിന്റെ തീച്ചൂളയുടെ പ്രകമ്പനങ്ങൾ നിങ്ങൾക്കറിയില്ല ഈ പാവപ്പെട്ട പ്രവാസികളുടെ കണ്ണു നിറഞ്ഞു പോകും അത് സന്തോഷം കണ്ടു നിറയുന്നതാ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിക്കാഹിന് വേണ്ടിയിട്ട് പങ്കെടുക്കുമ്പോൾ സന്തോഷവേളയിലുള്ള കരത്തിൽ എന്റെ കാര്യം ഞാൻ ഓർത്തപ്പോൾ ഞാനൊന്ന് പറയുകയാ ഒരു നിക്കാഹിനതാ വരിയും അതാ പുതിയ പ്രയമുണ്ട് അതാ കയ്യിലേക്ക് വലിയന്റെ കൈ പിടിച്ചു കൊടുക്കുകയാ അതാ ഓരോ ലഫ്ദുകളും പറഞ്ഞു കൊടുക്കുകയാ എന്ന് പറയുന്ന പദം പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ വലിയായിരുന്ന പെണ്ണിന്റെ ഉപ്പ പൊട്ടിയെന്ന് കരയുകയാ പദം പറയാ പറ്റുന്നില്ല ഞാൻ പേടിച്ചു പോയി പഠിച്ചവര് എന്തിനാണ് ഇത്രയും നൂറുകണക്കിനാണ് മുമ്പിലങ്ങ് പൊട്ടിക്കരയുന്നത് ഒരു സന്തോഷത്തിന്റെ വേളയല്ലേ ആ കരച്ചിലെല്ലാം ഇറങ്ങിയതിന് ശേഷം സമാശ്വസിപ്പിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് പിന്നെ ആ നിക്കാഹിന്റെ സ്ത്രീകൾ പറഞ്ഞു കൊടുത്തത് നിക്കാഹിൽ നിന്നിട്ട് അന്വേഷിക്കുമ്പോ എന്താ കാര്യമെന്നറിയുമോ എന്താ വിഷയമെന്നറിയുമോ അല്ലാഹു കൊടുത്ത വലിയൊരു ഭാഗ്യം കൊണ്ട് കാരണം ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ട് പ്രിയപ്പെട്ട പൊന്നുമോള് ആ പൊന്നുമോളുടെ വിവാഹത്തിന്റെ സമയമായപ്പോൾ അതിനുള്ള സന്തോഷം മകളുടെ നിക്കാഹ ഞാൻ എത്ര ത്യാഗം ചെയ്ത ആളാ ഞാൻ എത്രയോ കാലം പ്രാർത്ഥിച്ചൊരു സുദിനമാ ആ കാര്യമോർത്തപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയതാ ഞാൻ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നത് അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം സഹയാത്രികനായിട്ട് പോകാനുള്ള ആ അവസരമുണ്ടല്ലോ ആ അവസരം കൊണ്ടാ ഇത്രയും വലിയ സന്തോഷമുണ്ടായത് ആയിഷ ബീവി പറഞ്ഞത് കൊണ്ടാ സന്തോഷമുണ്ടാകുമ്പോൾ കരഞ്ഞ ആളുകളില് എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് എന്റെ ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ ചിന്തിക്കണം ഒരു സലാത്ത് ഹബീബ് ഒന്ന് സന്തോഷിക്കട്ടെ ഒരു സലാത്ത് ഉറച്ച് യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹി അലൈക്കും. ഞാൻ
ചുരുക്കിയെന്ന് പറയുകയാ സഹോദരങ്ങളെ. ഹബീബായ പ്രവാചകനോടൊപ്പം അതാ പ്രണയത്തിന്റെ പ്രതിരൂപത്തിന്റെ ഏറ്റവും വലിയ പ്രണയപ്രകമ്പനമാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യുകയാ. യാത്ര ചെയ്ത് മുന്നോട്ട് പോവുകയാ. എപ്പോഴും പോകുന്ന വഴിയല്ല, എപ്പോഴും പോകുന്ന വഴിയല്ല, എപ്പോഴും യാത്ര ചെയ്യുന്ന വഴിയല്ല. അതാ പലപ്പോഴും പലരും പോകാനും ഭയന്നിട്ടുള്ള വഴിയിലൂടെയാണ് അല്ലാഹുവിന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്നു പോകുന്നത്. അറിയണേ സഹോദരങ്ങളെ, നോക്കുമ്പോൾ അതാ വഴിയുടെ ഉള്ളിലേക്ക് കടന്നു നോക്കുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ പ്രവാചകന്റെ പരിസരത്ത് കൂടി നടന്നുപോയ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനെയും വിട്ടുകൊണ്ട് മുമ്പോട്ട് ഓടിപ്പോവുകയാ. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണേ, അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതമായി എവിടെയാ അബൂബക്കർ പോകുന്നത്? എവിടെയാ? കുറച്ച് കഴിഞ്ഞപ്പോൾ ഓടിക്കിതച്ചുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നു. കുറച്ച് സമയം ഹബീബിന്റെ കൂടെ പിന്നെയും സഞ്ചരിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പിന്നിലേക്ക് അതാ ഓടിപ്പോവുകയാ. പിന്നെയും റസൂലിന്റെ ചാരത്ത്, പിന്നെയും പിന്നിലേക്ക് ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കയാ, എന്ത് പറ്റിയ അബൂബക്കറെ, നിങ്ങൾ എന്നെ മുന്നിൽ നിന്ന് മുമ്പോട്ടും ഇങ്ങനെ ഓടുന്നതിന്റെ കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂലിനോട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, പ്രണയമെന്താണെന്ന് ലോകത്ത് വരച്ചു കാട്ടുകയാ. യാ അല്ലാഹുവിന്റെ ഹബീബായ നബിയെ, നമ്മൾ സഞ്ചരിക്കുന്നത് ഒരിക്കലും നമുക്ക് പരിചയമില്ലാത്ത വഴിയിലൂടെയാ. നമ്മൾ ഒരു തവണ പോലും ഇതിനെ പോയിട്ടില്ല. പരിചയമില്ലാത്ത വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എന്റെ ഹൃദയത്തിന്റെ തുടിപ്പായ റസൂലല്ലാഹ്, എന്റെ റൂഹിനെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്ന യാ ഹബീബല്ലാഹ്, ഏഴാകാശം ചവിട്ടിക്കടന്നുപോയ അങ്ങയുടെ പരിശുദ്ധ പാദമുണ്ടല്ലോ, അടിവച്ച് മുന്നോട്ട് കടന്നു വരുമ്പോൾ നബിയെ, ഈ വഴിയിൽ പല കല്ലുകളുണ്ടാകും, പല മുള്ളുകളുണ്ടാകും, പല നജസ് ഉണ്ടാകും. യാ റസൂലല്ലാഹ്, ഞാനങ്ങനെ മുമ്പോട്ട് ഓടിപ്പോയിട്ട് കല്ലുകൾ മാറ്റുകയാ. എന്റെ നേതാവിന് വരാ, എന്റെ പ്രളയത്തിന്റെ അകത്തളങ്ങളിൽ പ്രശോഭിക്കുന്ന പന്താരമേ, ലോകത്തിൻ്റെ വെളുത്തിങ്ങളെ, കറുത്തവന്റെയും വെളുത്തവന്റെയും മാത്രമുള്ളവരല്ല. അതാ തൊഴിലാളികളുടെയും മുതലാളികളുടെയും കറുത്തവന്റെയും വെളുത്തവന്റെയും പാശ്ചാത്യന്റെയും പൗരത്തിന്റെയും അറബിയുടെയും അനറബിയുടെയും പാവപ്പെട്ടവന്റെയും പണക്കാരന്റെയും പ്രപഞ്ചത്തിലുള്ള മുഴുവൻ മാനവിക സമൂഹത്തിന്റെയും പോരാ ഭൂതവർഗത്തിന്റെയും മലക്കുകളുടെയും പ്രപഞ്ചത്തിന്റെ അഖിലത്തിന്റെയും അല്ലാഹു എന്തൊക്കെ പഠിച്ചോ അതിന്റെ മുഴുവനും കരുണയായ റഹ്മത്തായ റബ്ബിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ പാദമുണ്ടല്ലോ, ആ പാദം വെക്കുന്ന സ്ഥലങ്ങൾ ക്ലിയറാക്കാൻ കല്ലുകൾ മാറ്റാൻ പോയതായ റസൂലല്ലാഹ്, നജസ് മാറ്റാൻ പോയതായ റസൂലല്ലാഹ്, അങ്ങയുടെ കാലിൽ മുള്ളുകൊള്ളരുത്, മുള്ളുകളും ചപ്പുചവറുകളും മാറ്റാൻ പോയതാ അല്ലാഹുവിന്റെ റസൂലിനെ ഇത്രത്തോളം ഇഷ്ടപ്പെട്ടതുകൊണ്ടാ ഇത്രയും വലിയ സ്ഥാനം കിട്ടിയത്. കേവലം ആരാധനകളുടെ ആഴങ്ങളെ സ്പർശിച്ചത് കൊണ്ട് മാത്രമല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നിലേക്ക് ഓടിയത് എന്തിനാ അബൂബക്കറെ എന്ന് ചോദിക്കുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, നമ്മൾ പല ശത്രുക്കളും ഒരുപക്ഷെ പിന്നിലൂടെ ആക്രമിക്കാൻ വരാൻ സാധ്യതയുണ്ട്. ആരെങ്കിലും മുത്തുനബിയെ തൊടാൻ, എന്റെ മുത്തുനബിയെ വേദനിപ്പിക്കാൻ പിന്നിലൂടെ കടന്നു വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നിലേക്ക് ഓടി നോക്കിയതാ യാ റസൂലല്ലാഹ്. സഹോദരങ്ങളെ, ഹബീബായ പ്രവാചകൻ ഇത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമായി മുമ്പോട്ട് പിന്നെയും നടന്നു. അല്ലാഹുവിന്റെ റസൂലിന് നടക്കാൻ പറ്റുന്നില്ല, കാലുമുറിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലുമുറിഞ്ഞു, രക്തം ഇങ്ങനെ ഒലിക്കുന്നു. അബൂബക്കറെ, എനിക്ക് നടക്കാൻ വയ്യ, എന്റെ കാലുമുറിഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? അവിടെ ഇരുന്നൊന്ന് വിശ്രമിച്ചിട്ട് പോകാമെന്നാണോ? അവിടെ വിശ്രമിച്ചിട്ട് നമുക്കൊന്ന് ഇരിക്കാൻ നബിയെ, കാല് വയ്യാലോ, നിങ്ങളുടെ കാല് മുറിഞ്ഞില്ലേ നബിയെ, കുറച്ചൊന്ന് ഇരുന്നിട്ട് വിശ്രമിച്ചിട്ട് പോകാമെന്നാണോ? അങ്ങനെ ഒരു അനുരാഗിയുടെ ഭാഷയല്ല, ഒരനുരാഗിയുടെ പ്രതികരണമല്ല. അല്ലാഹുവിന്റെ
റസൂലിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറയുകയാ, യാ റസൂലല്ലാഹ്, ഈ പാവപ്പെട്ട അബൂബക്കറിന്റെ ചുമലുള്ളപ്പോൾ, ഈ പാവപ്പെട്ട അബൂബക്കറിന് ആരോഗ്യമുള്ളപ്പോൾ, ഈ പാവപ്പെട്ട അബൂബക്കറിന് തോളുള്ളപ്പോൾ, ഏത് നബിയേ എടുത്തുകൊണ്ട് നടക്കാ, എന്റെ തോളില് കയറി നബിയേ. ചെറിയ മക്കളെ എടുത്തു വെക്കുന്നത് പോലെ ആരംഭപ്പൂവാകുന്ന പ്രപഞ്ചത്തിന്റെ മുഴുവൻ സുഹൃതങ്ങളുടെയും പ്രഭാവവും ഏതൊക്കെ സുഹൃതങ്ങൾ ലോകത്തലയെടുക്കുന്നുണ്ടോ അതിന്റെ എല്ലാം പ്രഭാവമാകുന്ന പ്രവാചക പുണ്യപ്രവാചകനാകുന്ന പ്രകാശത്തെ ചേർത്ത് പിടിച്ച് വേച്ച് നടന്ന അനുരാഗിയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല കടന്നു പോവുകയാ. അങ്ങനെ ആ ഗുഹയുടെ ഒരു ഗുഹ കാണുകയാ. അതിന്റെ പരിസരത്തെത്തിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അബൂബക്കറെ, നമുക്കതിന്റെ ഉള്ളിൽ കയറാം, അതിന്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് വിശ്രമിക്കാം, തൽക്കാലം ഇവിടെ നമുക്ക് ഇരിക്കാമെന്ന് പറയുമ്പോൾ നബി തങ്ങളുടെ കൽപ്പന മാനിച്ചുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ പ്രവാചകനെ ആ ഗുഹയുടെ ഗുഹാമുഖത്തിന്റെ പുറത്തിരുത്തിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അകത്ത് കയറി. എന്തിനാ? റൂം ക്ലിയർ ആക്കാനാ, എല്ലാം മാറ്റാനാ, ക്ലീൻ ചെയ്യുകയാ. അങ്ങനെ ക്ലീൻ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഹോൾസുകൾ കാണുകയാ, പല നിലക്കുള്ള ദ്വാരങ്ങൾ കാണുകയാ. ചരിത്രങ്ങൾ നിങ്ങൾക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല സഹോദരങ്ങളെ. ഓരോ ഹോളുകളും അടച്ചു. അവസാനം ഹോൾ അടയ്ക്കാൻ വസ്തു തികയാത്തത് കൊണ്ട്, തുണി തികയാത്തത് കൊണ്ട് ഹദീസിൽ കാണാ, ഔറത്ത് മറയ്ക്കുന്നതിനും വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം കീറിയിട്ട ഹോളുകളെല്ലാം അടച്ച് അനുരാഗിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാൽവിരൽ കൊണ്ട് അവസാനത്തെ ഹോൾ അടച്ചു പിടിക്കുമ്പോൾ എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, കടന്നു വരണം നബിയേ, കടന്നു വരണം നബിയേ. ആ കാലിലേക്ക്, ആ മടിയിലേക്ക് തലവെച്ചുകൊണ്ട് മഹാനായ പ്രവാചക പുങ്കവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുമ്പോൾ ക്ഷീണമുണ്ട്. പ്രവാചകൻ മയങ്ങിപ്പോയി. നിങ്ങൾക്കറിയാം, പാമ്പ് വന്നു, കഠോരമായ വിഷസർപ്പം വന്നുകൊണ്ട്, ആ പാമ്പ് വന്നുകൊണ്ട് ഇങ്ങനെ ആ മാളത്തില് തടസ്സം നിൽക്കുന്ന കാല് കണ്ടപ്പോൾ ആഞ്ഞാഞ്ഞു കൊത്തുകയാ. അതിന്റെ വിഷം അതാ ബ്ലഡിലൂടെ എന്ന് സർക്കുലേഷൻ ചെയ്തുകൊണ്ട് കഠോരമായ വിഷം സഹിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കാൻ പറയുകയാ, എന്തിനു വേണ്ടിയിട്ടാ വേദന സഹിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാ വിഷം ഏറ്റെടുക്കുന്നത്? അറിഞ്ഞൂടെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ കാലങ്ങളോളം പഴക്കമുള്ള ഈ ഗുഹയിൽ എന്തെങ്കിലും പാമ്പുകളോ അങ്ങനെയുള്ള വിഷജന്തുക്കളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ പാഠങ്ങളിൽ സംസാര വിഷയമല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആകാതെ കൊത്തുമ്പോൾ കണ്ണുനീര് വാർത്തുപോയി, വേദന കടിച്ചിറക്കി പിടിച്ചിട്ട് കിട്ടാതെ ആ കണ്ണുനീർ തുള്ളികൾ പ്രവാചകന്റെ പുഷ്പത്തെക്കാൾ നൈർമല്യമുള്ള ആ സുന്ദരമായ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറത്തിലുള്ള സുന്ദരമായ മുഖമുണ്ടല്ലോ, ആ മുഖത്തേക്ക് വീണു. റസൂലുള്ളാഹിയുടെ മിഴികൾ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ചമത്കാരമാകുന്ന പുണ്യപ്രവാചകന്റെ മിഴികൾ തുറന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നോക്കുകയാ. എന്താണ് കാര്യമെന്തോ എന്ന് ചോദിച്ചു. വിഷയം പറഞ്ഞു. വിഷമത മാറ്റിയിട്ട് പാമ്പെന്ന് പുറത്തു വന്നു. ഞാൻ എന്തിനാണ് ആ വിഷയം കൂടെ അങ്ങ് ചേർത്ത് പറഞ്ഞു? നിങ്ങൾക്കറിയാവുന്ന വിഷയമായിട്ടും ഞാൻ ചേർത്ത് പറഞ്ഞത് എന്താണെന്നറിയുമോ? അവിടെ നിങ്ങൾ മനസ്സിലാക്കാനൊരു പോയിന്റ് ഉണ്ട്. ആ പാമ്പിനെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? ആ പാമ്പിനെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? മഹാനായ പ്രവാചകൻ സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സദസ്സിലുണ്ടായിരുന്ന പാമ്പ, ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറം ജീവിച്ച പാമ്പ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ പ്രവാചകന്റെ പ്രണയം പറയുമ്പോൾ ആ പ്രവാചകൻ സുലൈമാൻ നബിയുടെ ആ സദസ്സിൽ വെച്ചുകൊണ്ട് മുത്തുനബി തങ്ങളുടെ പ്രണയം പറയുമ്പോൾ തന്റെ മുമ്പിലുള്ള മനുഷ്യർക്ക് മാത്രമല്ല, ജിന്നുകൾക്ക് മാത്രമല്ല, പറവകൾക്ക് മാത്രമല്ല, അതുപോലെ തന്നെ ഒരുപാട് ജന്തു ജീവജാലങ്ങൾക്ക് കാസറ്റ് കൊടുക്കാനുള്ള അവരുടെ കമ്മ്യൂണിക്കേഷൻ തിരിയുന്ന മഹാനായ സുലൈമാൻ നബി അതാ കാസെടുത്തുകൊണ്ട് അന്നത്തെ വിഷയം പ്രവാചക പ്രണയമായിരുന്നു. അതിനേക്കാൾ വലിയ ഒരു പ്രമേയം ലോകത്തില്ല. വെറുതെ മഹാനായ ഉമർ ഖാദി തങ്ങൾ പാടി പറന്നു പോയത് ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലില്ലാഹു ബിഹി യുബല്ലിഗുഹു അമൽ വലഹു ബിലൈലി
പ്രായത്തിൽ ത്വാഹാകഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സഹോദരങ്ങളെ, ആ പാമ്പതാ ആ പ്രളയത്തിൽ അതിലയിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള പ്രളയമാ പാമ്പിന്റെ ഹൃദയത്തിൽ രൂഢമൂലമാവുകയാ. ആ പാമ്പൊന്ന് പിടയ്ക്കുകയാ. സുലൈമാൻ നബി ചോദിച്ചു, എന്താണ് ഇങ്ങനെ പിടക്കുന്നത്? എന്താണ് ഒരു മാറ്റം? അല്ല സുലൈമാൻ നബിയെ, ആ പുണ്യപ്രവാചകനെ ഒന്ന് കാണാൻ പറ്റുമോ? ആ മുത്തിനബിതങ്ങളെ ഒന്ന് കാണാൻ പറ്റുമോ? ആ റസൂലുള്ളാഹിനെ ഒന്ന് കാണാൻ, ലോകത്തെ പടക്കാൻ കാരണക്കാരനായ, ലോകത്തിലെ സർവ്വചേതന അചേതന വസ്തുക്കളെയും പടക്കാൻ കാരണക്കാരനായ, പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ പ്രതിഭാസവും ഇതിഹാസവുമായ പ്രവാചകനെ ഒന്ന് കാണാൻ എനിക്കൊന്ന് സാധിക്കുമോ? എനിക്കിനി ആ പ്രവാചകനെ കാണാതെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മനുഷ്യ മനസ്സുകളെ, മുത്തുനബിയോടുള്ള പ്രളയത്തിന്റെ ആ ഭാഷയറിയാത്ത പ്രവാചകനോടുള്ള അനുരാഗം ഇനിയും ഹൃദയാന്തരാളത്തിൽ ഒഴുക്കാത്ത എന്റെ പ്രിയപ്പെട്ട ഈ സമുദായം, മുസ്ലിം നമ്മുടെ പ്രവാചകൻ, നമ്മുടെ സമുദായം, ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ പവർ തന്നെ ആ മുത്തുനബിയുടെ സമുദായം എന്നുള്ള പവർ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിശദീകരിക്കാൻ സമയമില്ല. ആയത്തോടെ സമർത്ഥിക്കാനൊക്കും. അല്ലാഹുവിന്റെ പ്രവാചകനല്ലാത്ത 1,23,999 പ്രവാചകന്മാര്, ആ പ്രവാചകന്മാര് പോലും ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ ഭാഗ്യമാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എനിക്കും നിങ്ങൾക്കും ഒരിറ്റ് കണ്ണുനീരൊഴുക്കാതെ പടച്ച തമ്പുരാനും തന്നിട്ടുള്ളത്. പറഞ്ഞത് പ്രവാചകന്മാർ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ ഭാഗ്യത്തിലാണ് നമ്മളുള്ളത്. ഏതാണ് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹു അനുവദിച്ചാൽ ഹബീബിന്റെ പ്രണയം വേണ്ടതുപോലെ മനസ്സ് നിറച്ച് പറയാൻ, ഖൽബ് നിറച്ച് കേൾക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വീണ്ടും കണ്ടുമുട്ടാൻ റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഈ പോയിന്റ് ഞാൻ തൽക്കാലം പറഞ്ഞു വെച്ച വിഷയം ഏതാണ്? അനുരാഗം. ആ അനുരാഗമാണ് അനുധാവനത്തിന്റെ ഏറ്റവും പ്രസക്തമായ ഭാഗം. അനുരാഗത്തിന്റെ മെമ്പടിയോടുകൂടി വേണ്ടത്. അനുരാഗമില്ലാത്ത അനുധാവനം അതൊരിക്കലും പ്രതിഫലനമുള്ളതല്ല. അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സദസ്സിന്റെ ബറക്കത്തുണ്ട്. അല്ലാഹു പ്രവാചകനോടുള്ള പ്രണയം നൽകുമാറാകട്ടെ. ആ പാമ്പ് പിടന്നുകൊണ്ട് പറയുകയാ, സുലൈമാൻ നബിയെ, എനിക്കതിനുള്ള കഴിവ്, എനിക്കതിന് പറ്റുമോ? അങ്ങകലെ ജീവിക്കുന്ന പ്രവാചകൻ, അങ്ങകലെ കടന്നു വരാനുള്ള പ്രവാചകൻ, ആ പ്രവാചകന്റെ പ്രണയ പരിസരത്തൊന്ന് പോകാൻ, ആ മുത്തുനബി തങ്ങളുടെ മുഖം ഒന്ന് കണ്ടാ മതി, എനിക്ക് സായുജ്യമാണെന്ന് പറയുമ്പോ ആ പമ്പിന്റെ ആ പ്രണയ വികാരത്തിന്റെ അലതങ്ങൾ അടുത്തറിഞ്ഞ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ആ പമ്പിനോട് പറയുകയാ, അല്ലയോ പാമ്പേ, അല്ലയോ പാമ്പേ, കാലങ്ങളോളം നിനക്ക് കാത്തിരിക്കാൻ പറ്റുമോ? കാലങ്ങളോളം കാത്തിരിക്കാൻ പറ്റുമോ? കാത്തിരിക്കാമെങ്കിൽ ഞാൻ അതിനുള്ള പെർമിഷൻ നൽകാം. പറ്റും നബിയെ. എന്ത് സാഹസികം ചെയ്യാനും എന്റെ മുത്തിരയൊന്ന് കാണാ, എന്ത് സാഹസികം ചെയ്യാനും ഞാൻ തയ്യാറാ. സുലൈമാൻ നബി അവിടുത്തെ മോചിസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ നോക്കുകയാ. എവിടെയാണ് ഈ പാമ്പിനിരിക്കാൻ പറ്റിയതും പ്രവാചകന്റെ സാന്നിധ്യത്തിന് ഒരവസരം കിട്ടുന്നതുമായ പ്രദേശങ്ങൾ ഒന്നൊന്നായിട്ട് ഇങ്ങനെ അരിച്ചു മറക്കുമ്പോൾ ആ പ്രവാചകൻ കാലങ്ങൾക്ക് ശേഷം കടന്നു ചെന്ന് വിശ്രമിക്കാനുള്ള ആ മാളം കാണുകയാ. ആ മാളം പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് പറയുകയാ, ഇന്ന മാളത്തിന് പോയിക്കോ, 1000 മൈലപ്പുറമുള്ള മാളത്തിലേക്ക് കടന്നുപോയി. ഇത്രയും കാലം നീ അവിടെ കാത്തിരിക്കുമോ? ഞാൻ പറഞ്ഞത് ആ പാമ്പ് കടിച്ചതെന്തിന്റെ പേരിലാ? ആ പാമ്പ് കടിച്ചതെന്തിന്റെ പേരിലാ? കാലങ്ങളോളം കാത്തിരുന്നിട്ട് പുണ്യപ്രവാചകനോടുള്ള പ്രണയത്തിന്റെ പേരിലാണ് ആ പാമ്പ് കടിച്ചത്. ആ പാമ്പിന്റെ കടി ഏറ്റെടുത്തതിന്റെ പേരിലാ, അതും പ്രളയത്തിന്റെ പേരിലാ. 2 പ്രളയ ഇതിഹാസങ്ങളാണ് അവിടെ പൂത്തുല്ലസിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ മുഴുവൻ വസ്തുക്കൾക്കും ഹബീബിനെ അറിയാം. അല്ലാഹുവേ, ഹബീബിനോടുള്ള പ്രണയം നൽകണേ റബ്ബേ, പ്രണയം നൽകണേ അല്ലാഹ്, പ്രണയം നൽകണേ അല്ലാഹ്.
ഇഷ്ടപ്പെട്ട അവന്റെ പ്രവാചകൻ ഇഷ്ടപ്പെട്ട മഹാന്മാരായിട്ടുള്ള ബദരീങ്ങളെ അനുസ്മരിക്കുന്ന ഈ സദസ്സിൽ എന്റെ പ്രിയപ്പെട്ട നമുക്ക് സംഗമിക്കാൻ കഴിഞ്ഞതും ഹബീബിന്റെ പ്രണയം പങ്കുവെക്കാൻ കഴിഞ്ഞതും ഈ ഒരു സമയം ഏത് സമയത്തെക്കാളും അമൂല്യമായി പരലോകത്തിൽ അത് രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു. അതാണ് ഇതിന്റെ പ്രത്യേകത. ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് ഒരാളെ പരിഹസിച്ചിട്ട് പോലും ചെല്ലിയാലും പ്രതിഫലമാണ്. അതാണ് സ്വലാത്തിന്റെ പവർ. ഒരാളെ പരിഹസിച്ച് ചെല്ലിയാൽ പോലും, ചെല്ലാൻ വേണ്ടി പറയല്ല, പരിഹസിച്ചിട്ട് ചെല്ലിയാൽ പോലും പ്രതിഫലം ഉള്ളതാണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഈ സദസ് എന്തുകൊണ്ടും സന്തോഷമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തൽക്കാലം എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയം തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ തീർന്നു വരുന്നു എന്നൊക്കെ പറയാം. അത് എങ്ങനെ വേണമെങ്കിലും ഇവർക്കത് വ്യാഖ്യാനിക്കാം. അത് പറഞ്ഞതിൽ ഒരർത്ഥമുണ്ട്. തിരിയേണ്ടവർക്ക് തിരിയും, അല്ലാത്തൊരു നട്ടം തിരിയും. അവർക്ക് നൽകുമാറാകട്ടെ. അവർക്ക് മാത്രം തിരിഞ്ഞാൽ മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ഒരു സദസ്സ് നമുക്ക് നല്ല ആത്മീയ നിലവാരമുള്ളതാക്കിയെടുക്കണം. നമുക്കറിയാം, ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ വളരെ കഷ്ടപ്പെട്ടിട്ട് അൽഹംദുലില്ലാഹ്, ഞാൻ തുറന്നു പറയാ, ഈ സദസ്സിന്റെ തുടക്കം അവർക്ക് ബദർ മൗലൂദ് പഠിക്കാനാവും. അല്ലേ? അങ്ങനെയാ മനസ്സിലാക്കി. അവർക്ക് ബദർ മൗലൂദ് ചൊല്ലിയിട്ട് അത് വേണ്ടതുപോലെ നിത്യമായിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു തുടക്കം. കാരണം ആ ഇഖ്ലാസാണ് ഇത്രയും അധികം ആളുകളുടെ മുമ്പിൽ ഇതൊരു വലിയ ഒരു സദസ്സാക്കിയിട്ട് ഈ ബദർ മൗലൂദ് ബഹ്റൈനിന്റെ ചരിത്രത്തിന്റെ ഒരു നാഴികക്കല്ലായിട്ട് മാറിക്കഴിഞ്ഞു. മാറ്റമൊന്നല്ല, മാറിക്കഴിഞ്ഞു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്തുകൊണ്ട്? ഈ പ്രവർത്തകരുടെ നിസ്വാർത്ഥ സേവനവും ആത്മാർത്ഥ പ്രവർത്തനവും കൊണ്ടാണ്. അല്ലാഹു ഇതിനോട് ഒരു ചെറിയ, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ, ഒരു ചെറിയ മനോഗതി കൊണ്ടെങ്കിലും സഹകരിച്ചിട്ടുള്ള ആളുകൾ, അവർക്കെല്ലാം അല്ലാഹു ഖൈറും ബറക്കത്തും ചെയ്യുമാറാകട്ടെ, ബറക്കത്ത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചെയ്യുന്നൊരു വസിയത്ത്, ഇത് പരിഷ്കാരങ്ങളുടെ പല നിലക്കുള്ള പരിഷ്കാരങ്ങളുണ്ട്. പല നിലക്ക് നമ്മുടെ റൂട്ട് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒന്നും തോന്നരുത്, ദുർവ്യാഖ്യാനം ചെയ്യരുത്. ആരെയും വേദനിപ്പിക്കാനല്ല, നമ്മുടെ അന്നം ഉള്ള നമ്മുടെ ഈ മണ്ണാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞത് പല നിലക്കും നമ്മുടെ റൂട്ട് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ചില പച്ചപ്പുകളെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് പറയുകയാണ്. ഈ പറയപ്പെട്ട നമ്മുടെ റൂട്ട് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ചില മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു മണ്ണിൽ ജീവിക്കുമ്പോൾ, ആത്മീയതയും ആത്മീയ നിലവാരത്തെയും അനുരാഗത്തെയും മഹാന്മാരെയും അതുപോലെയുള്ള നമ്മുടെ യഥാർത്ഥ പാന്താവിനെയും മുറുകെ പിടിക്കാൻ അല്ലാഹു തന്നിട്ടുള്ള വളരെ വിലപ്പെട്ട ഒരു സമ്പത്താണ്. മുറുകെ പിടിക്കണം, നിങ്ങൾ അതിനെ ഏറ്റെടുക്കണം. ഈ ബഹ്റൈനിന്റെ ഒരു പ്രകാശമാണ് ഈ സദസ്സ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഈ നാടിനും അല്ലാഹു അതുകൊണ്ട് ഗുണം കൊടുക്കുമാറാകട്ടെ. ഈ നാട്ടിലുള്ള നിവാസികൾക്കും അല്ലാഹു ഗുണം കൊടുക്കുമാറാകട്ടെ. എല്ലാ മനുഷ്യർക്കും അല്ലാഹു അതുകൊണ്ട് ഗുണം കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സിനെ സ്നേഹിച്ചത് കൊണ്ടല്ലേ ഇന്നലത്തെ സദസ്സ് എന്നോട് പറഞ്ഞു, ഉസ്താദെ അപ്രതീക്ഷിതമായിട്ടുള്ള ആളുകളായിരുന്നു, അതുകൊണ്ട് തന്നെ പകുതി പരിപാടി ഇത് പറഞ്ഞു, ഒരു നോട്ട് എഴുതി തന്നു, നാളെ ഇൻഷാല്ലാഹ് പുറത്തായിരിക്കും, അവർക്ക് മനസ്സിലായി പിടിച്ചാൽ കിട്ടൂല എന്ന്. പക്ഷെ നമ്മുടെ ഈ സദസ്സും അല്ലാഹുവിന്റെ തൗഫീഖാരുടെയും കഴിവല്ല, റബ്ബിന്റെ ഫضل കൊണ്ടും ബദരീങ്ങളുടെ പവർ കൊണ്ടും കസേര ഇട്ടിട്ട് അവസാനം കസേരയിടാൻ സ്ഥലമില്ലാതെ പായിടേണ്ടി വന്നു. അല്ലാഹു ജയിപ്പിക്കുമാറാകട്ടെ. ഇനിയും പ്രവർത്തകർ വഴികൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതാണ് ആത്മാർത്ഥതയുടെയും ഇഖ്ലാസിന്റെയും പ്രതിഫലമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ പറയാൻ പോകുന്ന കാര്യം എല്ലാം അറിയാം. നല്ല ആളുകൾക്ക് സന്തോഷം ഉണ്ടാവും, ആളുകൾക്ക് ഒരു നീരസം സാധ്യതയില്ല. അത്തിമാര് പറഞ്ഞതാണ് നീരസം എന്നൊരു ചിലപ്പോൾ യോജിക്കാത്ത വാക്കായിരിക്കും, വേണോ എന്നൊരു ചെറിയ ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ. എന്തായിരുന്നാലും അല്ലാഹു നല്ല കാര്യങ്ങൾക്ക് മടിപ്പില്ലാതെ അല്ലാഹു തന്നതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നൽകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു ഭാഗ്യമാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ പരീക്ഷണമാണ് അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തുദ് ദുനിയ. ഖുർആന്റെ നസ്സാണ് പരീക്ഷണമാണ്.
ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലഹാ. എന്തിനാണ് ഇതൊക്കെ തന്നത്? ആരാണ് ഇതിനെ പ്രതിരോധിച്ച് ഇതിനൊക്കെ മനസ്സ് കൊടുക്കാതെ മുന്നോട്ട് പോയി വേണ്ടതുപോലെ ചെലവഴിച്ച് പരിപാലിച്ച് മുന്നോട്ട് പോയിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നല്ല ഒരു സ്ഥാനം കിട്ടുന്നവർ ആരാ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദുനിയാവിലുള്ള ജീവിതം. ദുനിയാവിൽ അള്ളാഹു വെച്ചിട്ടുള്ള മരണത്തോടുകൂടി തുടങ്ങുന്ന പരലോകത്തിന്റെ അനന്തമായിട്ടുള്ള ജീവിതം, മാറ്റമില്ലാത്ത ജീവിതം എന്ന് ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂടുതൽ പിരിവിനും കാര്യങ്ങൾക്കും എന്നല്ല ഞാൻ പറഞ്ഞത്. അൽഹംദുലില്ലാഹ് ഇവിടെയുള്ള മാസത്തിൽ നടക്കുന്ന ഈ പറയപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആത്മാർത്ഥമായിട്ട് മാസം തോറും ഓരോ മാസങ്ങളിൽ ഇതിനു വേണ്ടിയിട്ടുള്ള ഫുഡുകളൊക്കെ തരുന്ന ആളുകളുണ്ട്. എത്ര വലിയ ബറക്കത്താണ്. ആ ബറക്കത്താക്കപ്പെട്ട ഒരു കാര്യത്തില് അൽഹംദുലില്ലാഹ് അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിനെ സഹായിച്ചവരെ നീ സഹായിക്കണേ റബ്ബേ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ടൊരു 25 പാക്കറ്റ് ഭക്ഷണം അല്ലേ? പൊതിയല്ലേ? പൊതിയെന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് അതിലുണ്ടാവും. അത്യാവശ്യം ഒരു കുടുംബത്തിനൊക്കെ ഉണ്ടാവും. അവർക്ക് നൽകുമാറാകട്ടെ. അതൊരു സിദ്ധൌഷധമായി കണക്കാക്കും. അതൊരു ബറക്കത്താക്കപ്പെട്ട അള്ളാഹു നൽകുന്ന വലിയ ഒരു അന്നമായി കണക്ക്. ആ അന്നമാണ് നമ്മുടെ എല്ലാ അന്നത്തിന്റെയും സ്രോതസ് എന്ന് മനസ്സിലാക്കുന്നത്. ആത്മീയതയുള്ള ആളുകൾ